ഞാൻ കമ്മീഷണർക്ക് കൊടുത്ത പരാതിയിൽ എനിക്കെതിരെ അവിടെ നടന്ന ഗൂഢാലോചനകൾ എന്നെ ടെർമിനേറ്റ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് കുക്കു പരമേശ്വരനും ഉണ്ണി ശിവപാലും നീന കുറുപ്പും ചേർന്നുണ്ടാക്കിയ ഒരു വലിയൊരു സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ വോയിസ് എനിക്ക് സെക്യൂരിറ്റി എന്നെ വിളിച്ചിട്ട് ഇന്ന കാര്യങ്ങൾ പറയാൻ അയാളെ ഏൽപ്പിച്ചു എന്ന് പറയുന്ന വോയിസ് ക്ലിപ്പ് ഉൾപ്പെടെ ആണ് ഞാൻ പരാതി കൊടുത്തിട്ടുള്ളത്. അപ്പം ഞാൻ ഈ തൊഴിൽ പീഡന പരാതി കൊടുത്തതിൻ്റെ പിന്നാലെ നീന കുറുപ്പ് ഇതിന് മുന്നേ ഒരു ഓഡിയോ പുറത്തായിട്ടുണ്ടായിരുന്നു. അത് ഇവരുടെ കമ്മിറ്റിയിൽ നിന്ന് തന്നെ പുറത്തായിട്ടുള്ളൊരു ഓഡിയോ ആണ്. അത് ഞാൻ തെളിവായിട്ട് കമ്മിറ്റിയിൽ ഏൽപ്പിച്ച ഒരു ഓഡിയോ പുറത്ത് വന്നിട്ടുണ്ട്. നീന കുറുപ്പ് എന്നോട് സംസാരിച്ചിട്ട് ഞാൻ വിക്ടിം ഗെയിം ആയിരുന്നു കളിക്കേണ്ടിയിരുന്നത്, അപ്പം ഞാൻ ലക്ഷ്മിപ്രിയ ചീത്ത വിളിച്ചപ്പോൾ ഞാൻ അതായിരുന്നു മോളെ ചെയ്തത് എന്നൊക്കെ പറയുന്നൊരു ഓഡിയോ ആണ്. അതുപോലെ മാധ്യമങ്ങളോട് സംസാരിച്ചതിന് ഒരുത്തനുമായിട്ട് ബന്ധമുണ്ടാക്കിയിട്ട് നാളെ വെർജിനാണെന്ന് പറഞ്ഞാൽ മതിയോ എന്നൊക്കെ ചോദിക്കുന്നൊരു ഓഡിയോ. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് ഞാൻ കമ്മീഷണർക്ക് പരാതി കൊടുത്തിട്ടുള്ളത്. രണ്ടാമത് ജോലിയിൽ പ്രവേശിച്ച ശേഷമാണ് നീനാക്കുറുപ്പ് ഇത്തരത്തിലൊരു പരാതിയായിട്ട് പോയിട്ടുള്ളത്. ജോലിയിൽ പ്രവേശിച്ചു എന്ന് പറയാൻ പറ്റത്തില്ല, അവരത് റിവോക്ക് ചെയ്തു എന്ന് ന്യൂസ് പറഞ്ഞു. അതിനുശേഷം വീട്ടിൽ വർക്ക് ഫ്രം ഹോം എന്നുള്ള രീതിയിൽ ഇരുന്നാൽ മതി, കുക്കു പരമേശ്വരനൊക്കെ ഇവിടെ ഉള്ളിടത്തോളം കാലം അവിടെ ഓഫീസിൽ സേഫ് അല്ല എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടാണ് ഞാൻ വീട്ടിലിരിക്കുന്നത്. അപ്പം എന്തെങ്കിലും അത്യാവശ്യം കമ്മ്യൂണിക്കേഷനും ഓഫീസിലേക്ക് ആവശ്യമായ നമ്പറുകളോ അങ്ങനെ എന്തെങ്കിലും ആവശ്യമുള്ളപ്പോൾ വിളിച്ച് ചോദിക്കുന്ന അല്ലാതെ പ്രത്യേകിച്ച് ജോലികളൊന്നും ഇല്ല നിലവിൽ. അതൊരു വലിയ കഥയാണ്. അത് ഞാൻ ആ ഓഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അയാളും തൊഴിൽ പീഡന പരാതി കമ്മിറ്റിക്ക് അകത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കൊടുത്ത പരാതി ഉണ്ണിയെ രക്ഷിക്കാൻ, അത് ഓഡിയോയിൽ പറയുന്നുണ്ട്, ഉണ്ണിയെ രക്ഷിക്കാൻ വേണ്ടി മുഹമ്മദ് ഞങ്ങളുടെ കൂടെ നിൽക്കണം എന്ന് കുക്കു പരമേശ്വരൻ ഇയാളോട് ആവശ്യപ്പെടുകയും ഞാൻ അയാളെ ഒരു ഹണി ട്രാപ്പിൽ പെടുത്തി എന്ന് അയാൾ പറയണമെന്ന് അയാൾക്ക് ട്രെയിനിങ് കൊടുക്കുകയും ഒക്കെയാണ് ചെയ്തത്. അപ്പം ഞാൻ വൈകുന്നേരം ഓഫീസിൽ നിന്ന് പോയ ശേഷം ഇയാളെ മുകളിൽ ഇവരുടെ ക്യാബിനിലേക്ക് വിളിച്ചിട്ട് ഡെയിലി ഇതെങ്ങനെ മുഹമ്മദ് ഇത് പ്രസൻറ്റ് ചെയ്യണം എന്നുള്ളതിനുള്ള ട്രെയിനിങ്ങും കൂടി അയാൾക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ തന്നെ പറയുന്നു. അതെ 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 അതിനകത്ത് നീനാക്കുറുപ്പ് ഉണ്ടെന്ന് എനിക്ക് ബോധ്യപ്പെടാൻ കാരണം ഈ കമ്മിറ്റിക്ക് ശേഷം നീനാക്കുറുപ്പ് ഇയാളോട് പോയി ചോദിക്കുന്നുണ്ട്, മുഹമ്മദിൻ്റെ ഒപ്പം ഞങ്ങൾ നിൽക്കുമായിരുന്നല്ലോ എന്ന് പറയുന്ന അതും ഇയാൾ ഈ ഓഡിയോയിൽ എന്നോട് പറയുന്നുണ്ട്. വരുത്തി തീർക്കാനുള്ള ശ്രമം തന്നെയാണ്. അതിന്റെ തെളിവുകൾ എവിടെ ഉണ്ടോ? CCTVയിലോ ഓഡിയോയിലോ? അതിന്റെ തെളിവ് അയാൾ തന്നെ മീറ്റിങ്ങിൽ സംസാരിക്കുന്നത്, എല്ലാ മീറ്റിങ്ങുകളും റെക്കോർഡഡ് ആണല്ലോ. ഇയാൾ തന്നെ മീറ്റിങ്ങിൽ സംസാരിക്കുന്നത് ഫുൾ റെക്കോർഡിംഗ് അവിടെ ഉണ്ട്. അവിടെ പരിശോധിച്ചാൽ അതിൽ കിട്ടുമല്ലോ. ഈ കഥ പറഞ്ഞു, ആ മീറ്റിംഗ് പിരിഞ്ഞു, എൻ്റെ ഈ നടപടി റദ്ദാക്കി എന്ന് പറഞ്ഞുള്ളൊരു പ്രസ് മീറ്റ് അല്ലാതെ അതിനുശേഷം ഈ കഥയ്ക്കെതിരെയോ ഈ കഥ പറഞ്ഞ കുക്കു പരമേശ്വരൻ ഉൾപ്പെടെ ഇപ്പോൾ ഡെയിലി ഓഫീസിൽ പോകുന്നുണ്ട്. അല്ലാതെ പ്രത്യേകിച്ച് നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. ഇതിന് പിറകെ എന്നെ ജീവിക്കാൻ സമ്മതിക്കാത്ത വിധത്തിൽ വീണ്ടും പരാതികൾ വരുമ്പം ഞാൻ തന്നെ സംസാരിക്കണമല്ലോ, ഞാൻ നടിയല്ലല്ലോ. എന്നെ ടെർമിനേറ്റ് ചെയ്തു എന്ന് പറയുന്ന ദിവസം മുതൽ അന്ന് വൈകുന്നേരം മുതൽ നീനാക്കുറുപ്പ് എന്നെ തുരുതുരെ വിളിക്കുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് എന്നോട് പറയുന്നത്, ഈ വാശിക്ക് മോൾ അടുത്ത ജോലിക്ക് കയറണം, മോളെ എന്നാണ് വിളിക്കാറ്, ഈ വാശിക്ക് മോൾ അടുത്ത ജോലിക്ക് കയറണം. എന്നിട്ട് പറഞ്ഞ് ഇവർ എൻ്റെ നമ്പർ കൊടുത്ത പ്രകാരം എനിക്കറിയാത്ത പല മെമ്പേഴ്സും എന്നെ വിളിക്കുന്നു, എൻ്റെ ബയോഡേറ്റ വാങ്ങുന്നു. അപ്പോൾ ഇവരുടെ ഈ ധൃതി കണ്ടപ്പോഴേ എന്തോ ഒരു അസ്വാഭാവികത നമുക്കുണ്ട്. അതിനുശേഷമാണ് ഇവർ തന്നെ പല മെമ്പേഴ്സിനോടും കുക്കു ഉണ്ണിയും നമ്മുടെ കുട്ടികളാണ് എന്ന് പറഞ്ഞത് ഞാൻ അറിയുന്നത്. അതിനുശേഷമാണ് ഞാൻ ഈ ഓഡിയോ റെക്കോർഡ് ചെയ്യാൻ ചെയ്തത്. കാരണം എനിക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടാക്കാനാണെന്ന് മനസ്സിലായതുകൊണ്ട് റെക്കോർഡ് ചെയ്തതാണ്. അതിനകത്താണ് ഈ വിക്ടിം കാർഡ് കളിക്കണമെന്നും ലക്ഷ്മിപ്രിയയുടെ കേസിൽ ഞാൻ അങ്ങനെയാണ് ചെയ്തതെന്നും ഇങ്ങനെ ഒരുത്തനുമായിട്ട് ബന്ധം ഉണ്ടാക്കിയിട്ട് നാളെ വെർജിനാണെന്ന് പറഞ്ഞാൽ മതിയോ എന്നൊക്കെ ചോദിക്കുന്നത് ഇതിനകത്താണ്. അത് മീഡിയയോട് സംസാരിച്ചാണ് അവർ ആ ഒരു എക്സാമ്പിൾ എന്നോട് പറഞ്ഞത്. തോന്നിക്കുകയും അവർക്കൊപ്പം നിൽക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ ഇവരെന്നെ വിളിക്കുന്നതിൻ്റെ ഉദ്ദേശം, ഇവരും കുക്കു പരമേശ്വരനും ഭയങ്കര അടുത്ത കൂട്ടുകാരാണ്. ഈ 3 പേരും ഒരു ഗ്യാങ് ആണെന്ന് എനിക്കറിയാം. അപ്പോൾ എൻ്റെ അടുത്ത നീക്കം എന്താണെന്ന് അറിയാനാണ് ഇവർ വിളിക്കുന്നത്. അപ്പോഴും ഞാൻ അന്ന് പറയുന്നുണ്ട്, എനിക്ക് കുറച്ച് പേഴ്സണൽ തിരക്കുകളുണ്ട്, ഒരു കല്യാണം ഉണ്ട്, അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള തിരക്ക്, ഞാനൊന്ന് റിലാക്സ് ചെയ്തിട്ട് സംസാരിക്കാമെന്ന് ഞാൻ പറയുന്നുണ്ട് പലതവണ. എന്തോ അധോലോകം പോലെയാണ് ഈ ഇതൊക്കെ കേൾക്കുമ്പോൾ അറിയാലോ. അവിടെ ഒഫീഷ്യൽ കാര്യങ്ങൾ ഇവരാണ് തീരുമാനിക്കുന്നതല്ല. ഉണ്ണി ശിവപാലാണത് എന്നെ ഫ്രണ്ട് ഓഫീസ് എക്സ്പെൻസ് നോക്കാൻ മാത്രമാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. ബാക്കി കാര്യങ്ങൾ ഉണ്ണി ശിവപാലാണ് കൈകാര്യം ചെയ്യുന്നത്. ഞാൻ ചെന്നതിന്റെ പിറ്റേ ദിവസം മുതൽ ഞാൻ ആ പിറ്റേ ദിവസം എന്തോ സെക്രട്ടറിക്ക് അയച്ചൊരു മെസ്സേജ് ഉണ്ട്, ഇയാൾ എന്നോട് അമ്മായിയമ്മയെ പോലെയാണ് പെരുമാറുന്നതെന്ന് പറഞ്ഞ് അയച്ച മെസ്സേജൊക്കെ എൻ്റെ കയ്യിൽ തെളിവായിട്ടുണ്ട്.
അപ്പോൾ അന്ന് തൊട്ടേ പ്രശ്നങ്ങളാണ്. എന്തെങ്കിലുമൊക്കെ കുറ്റം കണ്ടുപിടിക്കുക, പറയുക, വെറുതെ വഴക്കുണ്ടാക്കുക, ആരും ഇല്ലെങ്കിലും ഹരാസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ്. ഒന്നുകിൽ അയാളുടെ ആരെങ്കിലും വരാൻ ഇരുന്നിട്ടുണ്ടാവണം. അതിപ്പോൾ ഞാൻ ചെന്നത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവത്തില്ല, അത്രേ ഉള്ളൂ.